ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വീണ്ടും ഒരു ക്രാഫ്റ്റ് വീഡിയോ ആണ്. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ബോണ്ട് പേപ്പർ വെച്ചിട്ടൊരു ഗ്രീറ്റിംഗ് കാർഡാണ്. അപ്പോൾ എൻ്റെ ഫസ്റ്റ് ലോങ് വീഡിയോയിൽ ഞാൻ അത് തന്നെയാണ് കാണിച്ചത്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കാൻ സിമ്പിളാണ്, കുറച്ച് സാധനങ്ങൾ മാത്രം മതി. സ്കെച്ചും സ്കെയിലും ബോണ്ട് പേപ്പറും മാത്രം മതി. പിന്നെ അത് വെച്ച് വരയ്ക്കാൻ വേണ്ടി ഒരു ബുക്കും കൂടെ വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാനൊരു ബോണ്ട് പേപ്പർ എടുക്കുന്നുണ്ട്. എന്നിട്ട് അത് നടുക്കൂന്ന് കറക്റ്റായിട്ട് നടുക്കൂന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഗ്രീറ്റിംഗ് കാർഡ് ഉണ്ടാക്കാനായിട്ട് ആ ഒരു ഇതുപോലെ കിട്ടും. അപ്പോൾ നമ്മൾ കറക്റ്റായിട്ടത് നടുക്കൂന്ന് തന്നെ ഫോൾഡ് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ ഞാൻ അതുപോലെ ഇവിടെ ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഡെക്കറേഷൻ ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഡെക്കറേഷൻ ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ സ്കെയിൽ എടുക്കുന്നുണ്ട്. പിന്നെ ഒരു ബ്ലാക്ക് സ്കെച്ചാണ് എടുക്കുന്നത്. ബ്ലാക്ക് ആയിരിക്കും ഇതിന് ഒന്നുകൂടെ നല്ലത്. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ബോർഡറാണ് ചെയ്തെടുക്കാൻ പോകുന്നത്. അത് വലിയ കാര്യമൊന്നുമില്ല. സ്കെയിൽ കൊണ്ട് ആ ബ്ലാക്ക് സ്കെച്ച് കൊണ്ട് സൈഡിൽ ഇങ്ങനെ കുറേ വരകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് ഫുള്ള് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഗ്രീൻ സ്കെച്ചാണ്. അപ്പോൾ നിങ്ങൾക്ക് ഗ്രീൻ തന്നെ എടുക്കണം എന്നല്ല, ഇഷ്ടമുള്ള കളർ അങ്ങനെ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഗ്രീൻ എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഏറ്റവും തുമ്പത്തായിട്ട് ഇങ്ങനെ ഇതുപോലെ ഫുള്ള് കളറാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് പ്രത്യേകിച്ച് ഡിസൈനൊന്നുമില്ല, ഇങ്ങനെ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നതാണ്. ഗ്രീൻ തന്നെ വേണമെന്നൊന്നുമില്ല, പിങ്കോ ബ്ലൂവോ അത് നമ്മൾ 4 സൈഡിലും അതുപോലെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ ഗ്രീൻ ഈ സൈഡിൽ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ പിങ്കാണ് അപ്പുറത്തെ സൈഡിൽ അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇത് നല്ലൊരു ഡിസൈനാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ഒരു ഡിസൈൻ. അപ്പോൾ നമ്മൾ ഗ്രീൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പിങ്കാണ് അടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ പിങ്ക് കളറും അങ്ങനെ അടിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ നീല കളറാണ് മുകളിൽ അടിക്കാൻ പോകുന്നത്. നീലയും പർപ്പിൾ കളറും. നീല ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇത്തിരി സ്പീഡിലായിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പോൾ കളർ അടിക്കുന്ന വിലയിട്ട് കാണിക്കണ്ടല്ലോ, അതുകൊണ്ടാണ് സ്പീഡാക്കി കാണിക്കുന്നത്. അങ്ങനെ നീല ഞാൻ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ പർപ്പിൾ കളറാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബോർഡർ ബ്ലാക്ക് കളർ കൊടുത്തോണ്ട് ഈ കളറൊക്കെ കൊടുക്കുമ്പോഴത്തേക്കിന് അതിന് മുകളിൽ കൂടെ ഏതായാലും ആ ബ്ലാക്ക് കളർ കാണും. അപ്പോൾ ബ്ലാക്ക് കളർ എടുക്കുന്നതാണ് ഒന്നുകൂടെ നല്ലത്. അതാണ് ഞാൻ ആദ്യമേ അങ്ങനെ പറഞ്ഞത്. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത്, നമ്മൾ കളർ ഫുൾ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഏതെങ്കിലും ഒരു സർക്കിൾ ഷേപ്പിലുള്ളൊരു അടപ്പെടുത്തിട്ട്, ഇതിൽ പാത്രത്തിൻ്റെ ഒക്കെ അടപ്പെടുത്തിട്ട് നമ്മളിനി വട്ടം വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ആദ്യം വരച്ച് വന്നിട്ടാണ് സ്കെച്ച് കൊണ്ട് അതിൻ്റെ മുകളിൽ വരച്ചത്, അല്ലെങ്കിൽ തെറ്റിപ്പോവും. ഫസ്റ്റ് വരച്ച് തെറ്റിപ്പോയാൽ അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് ഫുള്ള് പോയില്ല. അപ്പോൾ ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് വരച്ച് കൊടുത്തിട്ട് പിന്നെ ഞാൻ പച്ച കൊണ്ട് അടിച്ചു കൊടുത്തു. പിന്നെ ഫുള്ള് ഇല ചുറ്റിന് നിൽക്കുന്ന പോലെ അതുപോലെ ചെയ്ത് കൊടുത്തു. അപ്പോൾ പിന്നെ വിഷും കൂടെ എഴുതി കൊടുക്കണം. ഞാൻ ഫസ്റ്റ് പെൻസിൽ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിൽ ബ്ലാക്ക് കളർ കൊണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുക്കുകയാണ് ചെയ്യുന്നത്. എനിക്ക് ഹാപ്പി ബർത്ത്ഡേ എന്ന് തന്നെ കൊടുക്കണമെന്നില്ല കേട്ടോ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി എന്ന് ഇഷ്ടമുള്ള വിഷ് എഴുതാം. അപ്പോൾ ആ സർക്കിളിൻ്റെ നടുക്കാണ് ഞാൻ എഴുതി കൊടുക്കുന്നത്. അങ്ങനെ ഞാൻ ആ ബ്ലാക്ക് സ്കെച്ചാണ് പിന്നെ എടുക്കുന്നത്. ബ്ലാക്ക് ആകുമ്പോൾ നല്ലതായിട്ട് എടുത്ത് വയ്ക്കും വൈറ്റിൽ. അപ്പോൾ ഞാൻ അതാണ് കൊടുക്കുന്നത്. അപ്പോൾ ഞാനതങ്ങനെ എഴുതി കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് അകത്തും വേണമെങ്കിൽ വിഷ് എഴുതി കൊടുക്കാം കേട്ടോ. നിങ്ങൾ എഴുതുന്ന അനുസരിച്ച് കൊടുക്കാം. ഹാപ്പി ബർത്ത്ഡേ എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിഷ് എഴുതി കൊടുക്കാം. വെഡിങ് ആനിവേഴ്സറി എന്നാണെങ്കിൽ അതിനനുസരിച്ചുള്ള വിഷ് എഴുതി കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അകത്ത് എഴുതിയെന്ന് കാണിച്ചിട്ടില്ല കേട്ടോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതി കൊടുക്കാം. അപ്പോൾ ഞാൻ നിങ്ങളുടെ ഹാപ്പി ബർത്ത്ഡേ എന്ന് എഴുതി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇതാണ് കേട്ടോ നമ്മുടെ ഗ്രീറ്റിംഗ് കാർഡിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ടാറ്റാ.